എത്ര ദിവസം ജയിലിൽ കിടന്നു? 56 ദിവസമാണ് ഇവരെന്നെ പിടിച്ചിട്ടത്. ഇലക്ഷൻ കണക്ക് പുസ്തകം പിടിച്ചെടുത്ത പോലീസിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. കള്ളക്കേസിൽ കുടുക്കി 56 ദിവസം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നുവെന്ന് ബോസ്കോ കളമശ്ശേരി പറഞ്ഞു. 2024 ഞാൻ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ എന്നെ FIRൽ പേര് പോലും ഇല്ലാതെ എൻ്റെ പേരിൽ കേസെടുക്കുന്നു. കേസുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ 2 മിനിറ്റ് കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്നു. കണക്ക് പുസ്തകം മോഷ്ടിക്കുന്നു. എനിക്ക് എൻ്റെ കണക്ക് പുസ്തകം കിട്ടും. അതാണ് എൻ്റെ പരാതി. അതിനാണ് ഞാൻ കൊണ്ട് കേസ് കൊടുത്തേക്കുന്നത്. എന്ത് കണക്ക് പുസ്തകം ഉദ്ദേശിക്കണേ? ഇലക്ഷന് മത്സരിച്ചതിൻ്റെ കണക്ക് പുസ്തകം ഇലക്ഷൻ കമ്മീഷന് ഹാജരാക്കണോ? ഇനി ഞാൻ ഇലക്ഷന് മത്സരിക്കുമ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയല്ലേ, അപ്പോൾ നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്തപ്പോൾ മുതൽ ഞാൻ ആരായി? MP ആണോ? അങ്ങനെയാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചോ? പോലീസ് പാലിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കണ്ടേ? ഇന്ന കേസിനകത്ത് ഇന്ന ആൾ പ്രതിയാണ്, അതുകൊണ്ട് ഇന്ന ആളെ പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുൻപ് എന്നെ പിടിക്കാൻ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ അനുവദിക്കണം എന്ന് പറയണോ? ഇതെവിടെ പറഞ്ഞേക്കണത്? എന്നെ പിടിച്ചോണ്ട് പോയല്ലോ. എന്ത് കേസിനാണ് പിടിച്ചോണ്ട് പോയതെന്ന് വ്യവസായിനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങളിതേ നോക്കിക്കോ, ഇതല്ലേ FIR എന്ന് പറയുന്ന സാധനം. ഇതാണല്ലോ FIR. ഈ FIRൽ എൻ്റെ പേരെവിടെ നിങ്ങളൊന്ന് കാണിച്ചെന്ന്. ഞാൻ വല്ല ലോക്കൽ ഗുണ്ടയോ അതോ ഞാൻ മറ്റേ നാട് കടത്തിയ ഗുണ്ടയോ? ഇപ്പൊ എന്തോന്നോ പുതിയൊരു സാധനം ഉണ്ടല്ലോ, കാപ്പ ചുമത്തി നാട് കടത്തിയ പ്രതിയൊന്നും അല്ലല്ലോ, ആണോ? അല്ലെങ്കിൽ ഞാൻ മറ്റേ ഇലക്ഷൻ സമയത്ത് ഞാൻ മാരകായുധങ്ങളായിട്ട് വാളും പരിചയം ഒക്കെ ആയിട്ട് ഞാൻ യുദ്ധത്തിന് ഇറങ്ങിയായിരുന്നോ? ഒന്നുമില്ലല്ലോ. പിന്നെ എന്ത് മാനദണ്ഡ പ്രകാരമാണ് എന്നെ അറസ്റ്റ് ചെയ്തത്? എത്ര ദിവസം ജയിലിൽ കിടന്നു? 56 ദിവസമാണ് ഇവരെന്നെ പിടിച്ചിട്ടത്. FIRൽ പേരൊന്നും ഇല്ലാതെ. FIRൽ എവിടെ പേരെന്ന് പറ? നിങ്ങൾ കണ്ടല്ലേ FIRൽ എന്റെ പേരെവിടെ? ഒന്ന് കാണിച്ചു തന്നാ മതി. FIRൽ പേര് പോലും ഇല്ലാത്ത എന്നെയാണ് 56 ദിവസം പോയിട്ട് കള്ളക്കേസിൽ പിടിച്ചിരുന്നത്. അല്ലെങ്കിൽ എന്റെ മാധ്യമത്തിന്റെ സ്ഥാപനം പേരെങ്കിലും വേണോ? അതുമില്ല. എന്നിട്ട് എവിടെ? എനിക്ക് എന്റെ കണക്ക് പുസ്തകം കിട്ടണം. കട്ടോണ്ട് പോയ ആ പോലീസുകാരനെ എനിക്ക് കണക്ക് പുസ്തകം തന്നെ. എന്നെ പിടിച്ചോണ്ട് പോണതിന് മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളിത് എന്നെ പിടിച്ചോണ്ട് പോയപ്പോ നിങ്ങൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ തൊട്ടപ്പുറത്തില്ലേ, അവിടുന്ന് പോലീസുകാർ വന്നപ്പോ ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് സഹായം ചോദിച്ചോന്ന് നോക്കിയേ, ഇൻഫോം ചെയ്തോന്ന് നോക്കിയേ. രാത്രി 11 മണി വരെ എന്റെ വീട്ടുകാരെ അറിഞ്ഞിട്ടില്ല ഞാൻ എങ്ങനെ കൊണ്ടുപോയേക്കണേന്ന്. എന്നെ അറിയാവുന്ന ഒരാൾക്കും അറിയത്തില്ല. എന്റെ കൂടെ ഇരുന്നേച്ച ആൾക്ക് പോലും അറിയത്തില്ല എന്നെ എങ്ങനെ കൊണ്ടുപോയേക്കണേന്ന്. അപ്പൊ ഒന്ന് ആലോചിക്ക്, ഞാൻ അവിടെ യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ കള്ളും കുടിച്ച് മദ്യവും കുടിച്ച് അവിടെ അടിയും പേടിയും ബഹളം ഉണ്ടാക്കിയതിനല്ല എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തത്, ആണോ? ഞാൻ അവിടെ ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിച്ചപ്പോ എനിക്കൊപ്പം മത്സരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികള് നിയമലംഘനം നടത്തിയത് ഞാൻ പരാതി കൊടുക്കുമെന്നുള്ള പേടി കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശയോടെയാണ് എനിക്കെതിരെ കള്ളക്കേസ് എടുത്ത് തന്നെ അകത്തിട്ടേക്കണത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, ഞാൻ രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞാൽ ഞാനാണ് പിന്നെ ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഞാനത് ഇലക്ഷന്റെ കൊട്ടിക്കലാശത്തിന്റെ അന്നേ ഞാൻ ഈ സാധനം പുറത്തു വിട്ടിട്ടുണ്ട്. ഞാൻ അതിന് ഇലക്ഷൻ ഭരണാധികാരിക്കാൻ പരാതി കൊടുത്തിട്ടുണ്ട്. റോഡ് ഉപരോധിച്ചുള്ള കലാപരിപാടികൾ പറ്റത്തില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഇലക്ഷൻ ഭരണാധികാരിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്നേ. ഇതില് ഇവരുടെ സ്ഥാനാർത്ഥിത്വം പോകുമെന്നും ഉള്ള ഉത്തമ പേടി കൊണ്ടാണ് അവർ എൻ്റെ പേരിൽ കള്ളക്കേസെടുത്ത് അറസ്റ്റ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ. ഈ പറയുന്ന സംഗതിക്ക് അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം നിങ്ങളുടെ കാല് ഞാൻ തല്ലി പിടിച്ചു എന്ന് പറഞ്ഞു. ഞാനിപ്പം നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ പറയുവാണ്, സിയാദിന്റെ കാല് ഞാൻ തല്ലി പിടിക്കും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് താൻ എന്ത് ചെയ്യും? താൻ സ്റ്റേഷനിൽ കൊണ്ടേ കൊടുക്കാൻ പോണ പരാതി ബോസ്കോ കളമശ്ശേരി ഇന്നപോലെ കാല് എല്ലി പിടിക്കുമെന്നാണ് പറഞ്ഞേക്കണേന്ന് പറയും, ഇല്ലേ? അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ വെച്ച് കൊടുക്കും. അങ്ങനെയാണോ? ഒന്നെങ്കിൽ എൻ്റെ ബോസ്കോ എന്നുള്ള പേര് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ബോസ്കോ കളമശ്ശേരി എന്നുള്ള പേര് വെച്ച് കൊടുക്കും. ഈ FIRൽ എവിടെ പേര്? പേരെവിടെ? അല്ലെങ്കിൽ ഞാൻ പിടികിട്ട പുള്ളിയൊന്നും അല്ലല്ലോ. ഇരിക്കണോ? അപ്പൊ ഈ പറയുന്ന പോലെ ഈ കഴിഞ്ഞ ദിവസം
വൈപ്പിംഗ് കേസിനകത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ആ മറ്റേ VS അച്യുതാനന്ദന്റെ PS പേഴ്സണൽ സെക്രട്ടറിനെ വീട്ടിൽ വന്ന് നോട്ടീസ് കൊടുത്തല്ലേ വിളിച്ചത്? ആണോ? ഒന്നുമല്ലാത്ത അയാളുടെ വീട്ടിൽ വന്ന് നോട്ടീസ് കൊടുത്താണോ സ്റ്റേഷനിലേക്ക് വിളിച്ചത്? എന്നെയോ? എന്നെ എന്താ ചെയ്തത്? CCTV ക്യാമറ ഫുട്ടേജ് ഒക്കെ കണ്ടായിരിക്കുമല്ലോ. കണ്ടില്ലേ? 2 മിനിറ്റ് കൊണ്ട് ബാ പോവാ എന്നും പറഞ്ഞുകൊണ്ടല്ലേ കൂട്ടിക്കൊണ്ടുപോകണത്? അങ്ങനെയാണോ കൂട്ടിക്കൊണ്ടുപോകേണ്ടത്? ഞാനത് തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഞാൻ ചോദിച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും മാനദണ്ഡങ്ങൾ പാലിക്കണോ? പാലിക്കണ്ടേ? എനിക്ക് എൻ്റെ കണക്ക് പുസ്തകം വേണം. അതിലെന്തൊട്ടോ വിലപ്പെട്ടുള്ളത്? ഏത് കണക്ക് പുസ്തകത്തില്? കണക്ക് പുസ്തകം അത് ഇലക്ഷന് മത്സരിക്കുമ്പോൾ ഞാൻ 2019 മുതൽ ഞാൻ മത്സരിക്കണാണ്. 2019 ഞാൻ മത്സരിച്ചത് TJ വിനോദിനെതിരെ മത്സരിച്ചു കഴിഞ്ഞപ്പോ അന്നത്തെ വെള്ളക്കെട്ട് വിഷയത്തിൽ ഞാൻ ഉണ്ടാക്കിയ വിവാദങ്ങൾ വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല. ഓർമ്മയുണ്ടല്ലോ? അത് കഴിഞ്ഞ് 2020 ഞാനിവിടെ നോമിനേഷൻ കൊടുക്കുമ്പോഴാണ് എന്നെ തട്ടാൻ ശ്രമിക്കണത്. ഹോസ്പിറ്റലിൽ കടന്നത് MA ബില്ലും മെഡിക്കൽ ഇപ്പോഴും FIR ഇട്ടിട്ടില്ല പോലീസ്. 22 ഞാൻ ഉമാ തോമസിനെതിരെ മത്സരിക്കുമ്പോഴാണ് 25,001 രൂപ ക്യാഷ് പ്രൈസ് ഓഫർ ചെയ്താണ് ഞാൻ പോലീസിനെ കൊണ്ട് FIR ഇടിക്കുകയും കോടതിയിൽ നടപടികൾ നേരിടുകയും ചെയ്തത്. ഇപ്പോൾ 2024 രാഷ്ട്രീയ പാർട്ടികൾ ചട്ടലംഘനം നടത്തിയത് ഞാൻ പരാതി കൊടുത്താൽ രാഷ്ട്രീയ സ്ഥാനാർത്ഥികൾ അയോഗ്യനാകുമെന്നുള്ള പേടി കൊണ്ടും ഞാൻ വിജയിക്കുമെന്നുള്ള ഭയം കാരണമാണ് ഇവര് എന്നെ കള്ളക്കേസിൽ പിടിച്ചകത്തിട്ടത്. ഞാനിവിടെ നിങ്ങളിപ്പോ എന്നെ കാണാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായിട്ടുണ്ട്? 10-11 കൊല്ലമായില്ലേ? ഞാനിവിടെ ആരെങ്കിലും വിളിച്ച് കാശ് ചോദിച്ചായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും വിളിച്ച് ഭീഷണിപ്പെടുത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പിന്നെ എങ്ങനെയാ? അല്ലെങ്കിൽ എൻ്റെ പേരിൽ 10-100 കേസൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? എത്ര കേസുണ്ട് എൻ്റെ പേരിൽ? എടുക്കുന്ന മുഴുവൻ കള്ളക്കേസ്. കഴിഞ്ഞ ദിവസം മാളിനകത്ത് നടന്ന കേസ് എൻ്റെ ഹൈക്കോടതി ഘോഷ ചെയ്തത്. ഇതെല്ലാം സ്വയം പോരാട്ടം തന്നെയാണ്, അല്ലെങ്കിൽ വക്കീലിനെ വെച്ചിട്ടുള്ളത്? ഞാൻ സ്വയം പാർട്ടിയും പേഴ്സൺ ഒറ്റക്ക് കേസ് നടത്തുന്നു. ഇരിക്കണു ബോസ്കോ ലൂയിസ് പാർട്ടിയും പേഴ്സൺ ഒറ്റക്കല്ലേ കേസ് നടത്തുന്നത്. അപ്പൊ പൂർണ്ണ വിജയം നേടുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണല്ലേ ഇപ്പൊ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്ത് എന്നെ പിടിച്ചുകൊണ്ട് പോയപ്പോഴും അവർക്ക് ചെറിയ ചെറിയ മണ്ടത്തരങ്ങളെ പറ്റിയുള്ളൂ. ഇലക്ഷൻ ഭരണാധികാരി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് N1 സീറ്റിൽ നിന്ന് അവർക്ക് നോട്ടീസ് പോയിട്ടുണ്ട്. എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഇലക്ഷൻ നടക്കുമ്പോൾ ഇലക്ഷൻ സ്ഥാനാർത്ഥിനെ പിടിച്ചോണ്ട് പോയതിന്റെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ച് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. DGPക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് കിടക്കണോ? ഞാൻ വെറുതെ കേസിനകത്ത് കേസ് ഫയലല്ലേ ഇത്. ഇത് ഞാൻ നോമിനേഷൻ പത്രിക, ഇത് ഞാൻ കളക്ടർക്ക് കൊടുത്ത ലോക്സഭ ചാലക്കുടി ഇതിനകത്ത് ഞാൻ കൊടുത്ത പരാതി, അതിന്റെ കൈപ്പറ്റ രസീത്, DGPക്ക് കൊടുത്ത പരാതി. ഇരിക്കണോ? FIR-ലോ FS-ലോ പേര് പോലും ഇല്ലാതെയാണ് എന്നെ പിടിച്ചേക്കണെന്നും പറഞ്ഞുകൊണ്ട് എന്താ മിണ്ടാത്ത? വിശദീകരണം ചോദിച്ചിട്ടുണ്ടല്ലോ. എന്നെ പിടിച്ചു കഴിഞ്ഞപ്പോ യൂട്യൂബർ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്നാണല്ലോ പറഞ്ഞത്. ഈ FIR-ൽ നിങ്ങൾ കണ്ടാണല്ലോ ആരുടെ പേരാ ഉള്ളത്? എൻ്റെ പേരുണ്ടോ? എൻ്റെ സ്ഥാപനത്തിന്റെ പേരുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ മീഡിയയുടെ പേരുണ്ടോ? ഉണ്ടോ? നിങ്ങൾ കണ്ടോ? പിന്നെ എങ്ങനെയാ പറ്റണം? ആ കള്ളക്കേസിലെടുക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ അടിമപ്പണി എടുക്കാനുള്ളതല്ല. കേരള പോലീസ് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാനുള്ളത് തന്നെയാണ്. ഇവർ കൈക്കൂലി പിടിക്കുന്നതിന്റെ അതിന്റെ തലേ ദിവസം എന്നെ പിടിച്ചോണ്ട് പോകുന്നതിന്റെ തലേ ദിവസം നിങ്ങൾ നോക്കിക്കോ. ചാലക്കുടി മണ്ഡലത്തില് അങ്കമാലിയില് ഹൈവേയിൽ നിന്ന് ഗ്രേഡ് മൂത്ത് SI ആയവര്, ഹൈക്കോടതിയൊക്കെ ടു മെനി ടൈംസ് പറഞ്ഞ ആ ഗ്രേഡ് മൂത്ത് SI ആയവർ അവിടെ നിന്ന് പണം പിരിക്കണത് ഞാൻ ലൈവായിട്ട് കാണിച്ചിട്ടുണ്ട്. ജനകീയ വാർത്തയിൽ കഴിഞ്ഞ വർഷം മെയിൽ നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്നുണ്ടായ പ്രതികാര നടപടിയാണ് ഈ കാണിക്കുന്ന പ്രവൃത്തി. അത് അംഗീകരിച്ചു തരാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ നിയമപരമായിട്ട് തന്നെ നേരിടും. അല്ലാതെ ഞാനിവിടുന്ന് ഒളിച്ചോടിയൊന്നും പോകുന്ന മനുഷ്യനൊന്നും അല്ലല്ലോ. ആണോ?
അല്ലെങ്കിൽ എന്നെ കണ്ടു കിട്ടാത്ത ഞാൻ കാണാൻ മറ്റേ പിടികിട്ടാ പുള്ളിയല്ല, വീരപ്പനൊന്നും അല്ലല്ലോ ഞാൻ, ആണോ? അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യത്തിൽ എനിക്ക് തീരുമാനം വേണം. ആ തീരുമാനത്തിനാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ അഴിമതികൾക്കെതിരെ പോരാടുമ്പോൾ ഇവർക്കുണ്ടാവുന്ന ഭരണകൂടത്തിനുണ്ടാവുന്ന ഒരു എന്താ പറയുക, ഒരു ചൊരുക്കില്ലേ, ആ ചൊരുക്കാണ് ഇവരെ കൊണ്ട് കാണിച്ചത്. അതുകൊണ്ട് എന്തായാലും ഞാൻ അവർക്കെതിരെ നിയമപരമായിട്ട് തന്നെ നേരിടും. അവരെൻ്റെ പേര് കള്ളക്കേസ് എടുക്കണ പോലെ തന്നെ ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ അവർക്കെതിരെ നിയമപോരാട്ടം നടത്തും. അതാണ് എൻ്റെ തീരുമാനം. 2024 ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് FIR-ൽ പേര് പോലുമില്ലാതെ കള്ളക്കേസിൽ പ്രതിയാണെന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്തു. ഇലക്ഷൻ കമ്മീഷന് നൽകേണ്ട കണക്ക് പുസ്തകം എടുത്തുവെന്നും ആയത് ലഭ്യമാക്കി നൽകണമെന്നും ചൂണ്ടിക്കാട്ടി ഇലക്ഷൻ ഭരണാധികാരിയായ എറണാകുളം ജില്ലാ കളക്ടർക്കും ജനറൽ ഓഫ് പോലീസിനും പരാതി നൽകിയിട്ടും നാളിതുവരെ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് ചാലക്കുടി മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പൊതുപ്രവർത്തകനുമായ ബോസ്കോ കളമശ്ശേരി ഹൈക്കോടതിയിൽ നേരിട്ടെത്തി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരുമെന്നും ബോസ്കോ കളമശ്ശേരി പറഞ്ഞു.